ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 4-ാം വാക്യം. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ്, ഈ ലോകത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പീഡനം അത് മരണമാണെന്ന് വിചാരിച്ചിരിക്കുന്നുവെങ്കിൽ തെറ്റി. അത്രേ ഒരാൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിന്നെ ദ്രോഹിക്കാൻ കൊലപാതകത്തിൻ്റെ ആ തലം വരെ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ നിന്റെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് നിന്റെ ആത്മാവിനെ തൊടാൻ, നിന്റെ കൃപയെ തൊടാൻ യാതൊന്നിനും കഴിയില്ല എന്നതാണ് സ്നേഹമുള്ളവരെ അതിൻ്റെ അർത്ഥം. എന്നാൽ മറ്റൊരർത്ഥം കൂടി ചേർത്ത് പറയട്ടെ, നിന്റെ പുറമോടികളെ തകർക്കാൻ പറ്റിയേക്കും. ഒരുപക്ഷെ ബാഹ്യമായ സ്ട്രക്ചറുകളെ ഒന്ന് ഉലയ്ക്കാൻ പറ്റിയേക്കും. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ദൈവകൃപയെ ഉലയ്ക്കാൻ, ചോർത്താൻ, തകർക്കാൻ യാതൊന്നിനും, ചുറ്റുമുള്ള യാതൊന്നിനും കഴിയില്ല എന്ന് വചനം ഉറപ്പ് തരികയാണ്. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ചുറ്റുമുള്ള ഒരു ശത്രു സൈന്യത്തെയും നീ ഭയപ്പെടേണ്ടതില്ല. കാരണം നീ ദൈവ പൈതലാണ്. ദൈവം നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അഗ്നിശോധനയുടെ ഏതു ഭയത്തിലും നീ അതിനെ ഇറങ്ങിച്ചെന്നാലും അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ, പൊള്ളലേറ്റാലും നിന്നെ സൗഖ്യപ്പെടുത്താൻ, നിന്നെ വെച്ച് കെട്ടാൻ, കൃപയുടെ തീരത്തേക്ക് വീണ്ടും നിന്നെ കൊണ്ടുവരാൻ പൊന്നു കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ദൈവവേദരെ ജീവിതത്തിന്റെ ബലമായി കാണാമെങ്കിൽ അത് തന്നെ ജീവിതത്തിലൊരു ഒരു പവറും പോസിറ്റീവ് എനർജിയുമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.